ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോണത് ഒരു തെലുങ്ക് സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അൺസ്റ്റോപ്പബിൾ എന്ന് പറയുന്ന ഒരു സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഡയമണ്ട് രത്നബാബുവാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന. പ്രധാന താരങ്ങളായ ഈ സിനിമ പറയുന്നത് വിജയ് സണ്ണി, സപ്തഗിരി, നക്ഷത്ര, പൊസാനി കൃഷ്ണമുരളി, ബ്രിത്തിരി സതി, അക്വാസാക്കാൻ ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട താരങ്ങളായി ഈ സിനിമയിൽ വരുന്നത്. മെയിനായിട്ടും കോമഡിക്കാണ് ഈ സിനിമ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. തെലുങ്ക് സിനിമയിലാണെങ്കിൽ ഒരു പക്ഷേ ചില കോമഡികൾ കണ്ട് നമുക്ക് വർക്കൗട്ടായെന്ന് വരത്തില്ല. പക്ഷേ ഈ സിനിമയിൽ പെർഫെക്റ്റായിട്ട് തന്നെ കോമഡിയും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആക്കിയിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഡയമണ്ട് രത്നബാബു ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറാണ് ഈ സിനിമ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. ഗംഭീരമായിട്ട് ചിരിക്കാനൊക്കെ കുറേ കാര്യങ്ങൾ എലമെൻ്റൊക്കെ ഈ സിനിമയിലുണ്ട്. പിന്നെ ഒരു സോളിഡ് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ വേറെയും ഉണ്ട്. ഒരു കഥയും ഉണ്ട്, കോമഡിയുണ്ട്. ആ രീതിക്ക് നമുക്ക് പിടിച്ചിരുത്താൻ വേണ്ടി പോകുന്ന രീതി തന്നെയാണ്. പിന്നെ ഈ സിനിമ മെയിനായിട്ട് ലീഡ് ചെയ്യുന്ന രണ്ട് കഥാപാത്രം, ഒന്ന് നമ്മുടെ വിജയ് സണ്ണിയും സപ്തഗിരി. ഇവർ രണ്ടുപേരും കൂടെ ഈ സിനിമയിൽ അഴിഞ്ഞാട്ടമാണ്. കോമഡി എന്ന് വെച്ചാൽ വേറെ ലെവൽ സംഭവം ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ തുടക്കം കണ്ട സമയത്ത് എനിക്കൊരു അത്രയ്ക്ക് സുഖമായിട്ട് തോന്നിയെങ്കിൽ പോലും പിന്നെ വരുന്ന കഥാപാത്രങ്ങളും ക്യാരക്ടേഴ്സും ഒക്കെ ആയിട്ട് ഗംഭീരമായിരുന്നു. പിന്നെ ആക്ഷൻ പാക്ക് കോമഡി പടമാണെങ്കിൽ ഒരു സ്റ്റോറി എലമെൻ്റൊക്കെ ഉള്ള ഗംഭീര ഒരു ഗാങ്സ്റ്റർ ടൈപ്പ് പടം എന്നുണ്ടെങ്കിൽ പറയാം. ആ രീതിക്കും ഇതിനെ പറയാം. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വന്ന് വേറെ ലെവലിൽ ഈ സിനിമ നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം ഒരു പൊതുവെ തെലുങ്ക് സിനിമ കാണുമ്പോൾ നമുക്ക് അതിനൊരു ആവറേജ് അനുഭവം കാര്യങ്ങളൊക്കെ ആയിരിക്കും പൊതുവെ നമുക്ക് കിട്ടാറ്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഈ സിനിമ കുറേ ചിരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ പടത്തിൽ വരുന്നുണ്ട്. ഗംഭീരമായിരുന്നു, ഡയറക്ഷൻ സൂപ്പറായിരുന്നു. മെയിനായിട്ടൊരു കഥ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്യാങ്സ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു എമൗണ്ട് തട്ടിയെടുത്തുകൊണ്ട് പോവുക എന്നുള്ള ഒരു സ്റ്റോറി എലമെൻറ്റും കാര്യങ്ങളൊക്കെ അത് വളരെ ഗംഭീരമായിട്ട് ഈ സിനിമയിൽ കൂടെ സംവിധായകൻ പറയാൻ വേണ്ടി ആഗ്രഹിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. വലിയ സിനിമ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ചിരിക്കാനും എൻ്റർടൈൻമെൻറ്റിനുള്ള ഒരു പർപ്പസിലുള്ള കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. ഇതിൽ ഔട്ട്സ്റ്റാൻഡിങ് കോമഡി ആയിട്ട് പറയുന്ന നമ്മളെ പൊസാനി കൃഷ്ണമുരളിയുടെ ഒരു 202 കോമഡി ഉണ്ട്. അതിനൊക്കെ ക്രിയേറ്റിവിറ്റി സംഭവം വരുന്നത് അതൊക്കെ ഒരു ഗംഭീരമാണ്. പക്ഷേ ആ ഒരു രസകരമായ ഒരു കോമഡി ആണെങ്കിൽ പോലും അതിൻ്റെ പിന്നിലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യം വളരെ മോശമായിപ്പോന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. അത് ആ ഒരു രീതിക്ക് ഒരു അവതരിപ്പിക്കാൻ നേരത്തുള്ള ഒരു ചെറിയ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു കാണുമ്പോൾ തമാശയായിട്ട് തോന്നുമെങ്കിൽ പോലും അത്രയ്ക്കങ്ങ് നമുക്ക് പിടിച്ചിരുത്താൻ വേണ്ടി പോലും പറ്റാത്ത രീതിക്കുള്ള ഒരു സംഭവമായിട്ട് മാറിപ്പോയെന്ന് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഒരു ടൈം പാസ്സാണ്, എൻ്റർടൈൻമെൻറ്റാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ ഒരു സിനിമയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരുപാട് ചിരിക്കാനും പിന്നെ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ആക്ഷൻ പാക്കും കാര്യങ്ങളൊക്കെ ഒരു ആക്ഷൻ സിനിമ, ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിലുള്ള സിനിമയും കാര്യങ്ങളൊക്കെയാണ് ഈ ഇതൊരു ചെറിയ പടമായതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടുന്നില്ല. ഒരു കഥയും കാര്യങ്ങളും ആ രീതിക്കുള്ള കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ മുന്നോട്ടേ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ സിനിമ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കണ്ടു കഴിഞ്ഞാൽ അതൊരു ടൈം വേസ്റ്റ് ആവത്തില്ല, മറ്റ് പ്രശ്നങ്ങളില്ല. അങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ ഒരു സൂപ്പർ സിനിമയാണ് അൺസ്റ്റോപ്പബിൾ എന്ന് പറഞ്ഞ ഒരു സിനിമ ഡയമണ്ട് രത്നബാബു നമുക്ക് കൊണ്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന. ഇതിൻ്റെ തമിഴ്, തെലുങ്ക് അങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ ഭാഷയിലുള്ള ഡബ്ബിങ് കാര്യങ്ങളൊക്കെ ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെലിഗ്രാമിലൊക്കെ ഇപ്പോൾ ലിങ്ക് അവൈലബിൾ ആണ്. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ടൈം പാസിന് വേണ്ടിയുള്ള ഒരു കിടിലൻ സിനിമയാണ് അൺസ്റ്റോപ്പബിൾ എന്നൊരു പടം. എടുത്ത സമയത്ത് ഇത്രയും ഒരു സിനിമ ഞാൻ കരുതിയ പോലില്ല. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് കാണണം അല്ലെങ്കിൽ ഒരു റിലാക്സ് എന്നൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പടം എടുത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ടൈം പാസും കാര്യങ്ങളൊക്കെ ആയിപ്പോൾ. സോ ഇത്ര പറയാനുള്ളൂ. വലിച്ചിട്ട് കൊണ്ട് പോകാൻ വേണ്ടി പോലൊന്നുമില്ല. ഒന്നത്തെ കാര്യം സൂപ്പർ കോമഡി പടം, ആക്ഷൻ പാക്ക് പടം, ഒരു സോളിഡ് കഥയുണ്ട്, നമുക്ക് എൻ്റർടൈൻമെൻറ്റാണ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരുപാട് പേര് ചേർന്ന് നമ്മളെ കുറേ ചിരിപ്പിക്കാൻ വേണ്ട കുറേ എലമെൻറ്റും കാര്യങ്ങളൊക്കെ ഈ പടത്തിലുണ്ട്. പിന്നെ ആ 202 302 ആ ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റാണ്. ഇത്രയൊക്കെ പറയാനുള്ളൂ അൺസ്റ്റോപ്പബിൾ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി. നല്ല ഒരു കോമഡി തെലുങ്ക് പടം കാണാൻ വേണ്ടി പറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഡയമണ്ട് രത്നബാബു എന്ന് പറഞ്ഞ ഡയറക്ടർ പെർഫെക്റ്റോട് തന്നെ ഈ ഒരു സംഭവം ഇങ്ങനെ അവതരിപ്പിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു രണ്ടാം ഭാഗത്തിന് സ്കോപ്പുള്ള കണക്കാണ് ഇത് ഒരു എൻഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ എടുത്താൽ ബെറ്ററായിട്ട് വരും. ഇത്രേ പറയാൻ വേണ്ടുള്ളൂ. കാണാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാം ലിങ്ക് അവൈലബിൾ ആണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു സൂപ്പർ ടൈം പാസ് സിനിമ എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. ഇത്രയൊക്കെ പറയാൻ വേണ്ടുള്ളൂ ഈ സിനിമയെ പറ്റി. സോ ഇതാണ് അൺസ്റ്റോപ്പബിൾ എന്ന് പറഞ്ഞ സിനിമയുടെ പറ്റിയുള്ള എൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ റിവ്യൂ വിശേഷങ്ങളായിട്ട് വന്നിരിക്കുന്നത് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.